പോലെ സ്ത്രീകളും കച്ചവട രംഗത്ത് സജീവമായി കാണുന്ന ഒരു രംഗം ഖിയാമത്ത് നാളിന്റെ അടയാളമായി പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. ഇനി വരാനുള്ളതല്ലേ. ഇനി എന്താ വരാൻ ബാക്കി? തങ്ങൾ പഠിപ്പിച്ചില്ലേ തശബ്ബുൽ മശീഖ, വയസ്സന്മാരൊക്കെ യുവാക്കളായി മാറുന്നൊരു കാലം. മനസ്സിലായോ പറഞ്ഞു? വയസ്സന്മാരും വയസ്സത്തികളൊക്കെ യുവാക്കളായിട്ട് അവരൊക്കെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ 22-25 പ്രൗഢിയിൽ എപ്പോഴും ഇങ്ങനെ ഒരു നിലക്കും 50 വിട്ട് 60 ഒന്നും ആകണില്ല. എപ്പോഴും 22 ചോദിച്ച നിങ്ങൾക്ക് വയസ്സ് 22, 23 ചോദിക്കണം കണ്ടാല്. സംഗതി മനസ്സിലായോ? മനസ്സിലായി. ഒരു കാലത്ത് പോലും നിരക്കൂല. ആഴ്ചയിൽ എങ്ങനെ 400, 500, 600 ഇങ്ങനെ കൊടുത്താൽ മതി. റെഡി അടിച്ച് മിനുക്കി തരും. ഒരു അരമണിക്കൂർ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നാൽ മതി. പുറത്തേക്ക് ഇറങ്ങിയാൽ തോന്നും അയാൾക്കൊരു പെണ്ണും കൂടി കെട്ടിക്കണം. എന്താണ് ചുരുക്ക്. നല്ല ചുടുവെള്ളെടുത്ത് തലയിൽ വെച്ചാൽ മനസ്സിലാകും ഇപ്പൊ എത്ര 80 ആണോ 60 ആണോ 70 ആണോ. തശബ്ബുൽ മശീഖ, പ്രായമുള്ള ആൾക്കാരൊക്കെ യുവത്വത്തിലേക്ക് വരും അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ അങ്ങനെ ആകാൻ പാടില്ല. അത് അതിന്റെ തനിമയിലും അതിന്റെ രൂപഭാവത്തിലും നിലനിർത്തണം. ആൾക്കാർക്ക് ആർക്കും ഒരു വിഷമല്ല. നോക്കി നമ്മളെ നാട്ടിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ ഒരൊറ്റ ഹറാമില്ലാത്തൊരു ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, പ്രതീക്ഷിച്ചോളൂ, അവിടെ മലായിക്കത്തുൽ കിറാമിന്റെ സാന്നിധ്യം ഉണ്ടാകും. എല്ലാ സംഗതികളും മഖ്ബൂലായിരിക്കും. 10 ലക്ഷം ആളുകളൊന്നും വേണ്ട, 1000 ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ 1000 ആൾക്കും ഭക്ഷണം കൊടുത്തതിന്റെ കൂലി അല്ലാഹു തആല തരും. ഒരൊറ്റ ഹറാമ് കല്യാണവുമായിട്ടോ സൽക്കാരവുമായോ ബന്ധപ്പെട്ടവിടെ നടന്നോ 10,000 പേർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്താലും, അതിൽ സാദാത്തുക്കൾ വന്ന് ഭക്ഷണം കഴിച്ചാലും, ഉലമാ വന്ന് ഭക്ഷണം കഴിച്ചാലും ഒരൊറ്റ ധാന്യത്തിന്റെ കൂലി പോലും അള്ളാഹു നിങ്ങൾക്ക് തരില്ല. ഒരാശങ്കയും വേണ്ട വിഷയത്തിൽ. നിങ്ങളെപ്പോലെ പെങ്ങന്മാരെ കല്യാണം ഞാനും നടത്തിയിട്ടുണ്ട്. ഹറാം പറഞ്ഞ ഒരു വിഷയമില്ലാതെയാണ് നടത്തിയത്. 100-300 ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുത്ത്, ആണിനും പെണ്ണിനൊക്കെ വേറെ ആയിട്ട് ഭക്ഷണം കൊടുത്ത് ഒരൊറ്റ ഹറാമിന്റെ ഒരു പരിപ്പ് പോലും ഇല്ല. ഒരു ഫോണിൽ പോലും ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ആരൊക്കെ ഫോട്ടോ എടുക്കണ്ടേ സ്റ്റേജിൽ വന്ന്? ഏതൊക്കെ ബാച്ചാണ്? +2 ബാച്ച്, പിന്നെ BA ബാച്ച്, പിന്നെ +1 ബാച്ച്. പറയൂ, എല്ലാവരും പറയൂ. അതല്ലേ ഇപ്പോഴത്തെ സന്ദേശം. ആണത്തത്തോട് ആണായി നിൽക്കുന്ന അന്തസ്സുള്ള ബാപ്പമാരതിനെ അനുവദിക്കരുത്. ഈമാനിന്റെ ചെറിയ തരി നിങ്ങളെ കൽബിൽ അല്ലാഹു ബാക്കി തന്നിട്ടുണ്ടോ? മുത്തുനബി തങ്ങളോട് മഹബത്തുണ്ട് എന്നൊരു ചെറിയ മഹബത്തിന്റെ ചെറിയൊരു അംശം കൽബിൽ ബാക്കിയുണ്ടെങ്കിൽ ഒരൊറ്റ ഹറാമിന് അവിടെ മേൽവിലാസം കിട്ടരുത്. അത് അവന്റെ പൈസ കൊണ്ടാണെങ്കിലും ശരി, കൂട്ടുകാരെ പണം കൊണ്ടാണെങ്കിലും ശരി, സമ്മതിക്കാൻ പാടില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കല്യാണത്തിന് പോയി. കല്യാണപ്പൊരെ കയറിയിട്ട് ഭക്ഷണം കഴിക്കാതെ നേരെ ചെരുപ്പിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയി. എന്താ കാരണം? ആണും പെണ്ണും ഒരുമിച്ച് കൂടിയതല്ല, ഒറ്റ ഹറാമാണ് കാരണം. എന്താ കാരണം സഹോദരങ്ങളെ? ഇതുപോലെ വിരിച്ച് വെച്ച വിരിയില്, ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത ഡെക്കറേഷനിൽ ജീവനുള്ള ജീവിയുടെ ഫോട്ടോ കണ്ടുപോയി. ഭക്ഷണം കഴിക്കാതെ വീട് വിട്ട് ഇറങ്ങിപ്പോയി. മുത്തുനബി തങ്ങളെ കൂടെ നടന്ന അരുമ ശിഷ്യനാ. ലോകമേ, ഈ മഹാനിൽ നിന്ന് ഖുർആൻ പഠിക്കൂന്ന് നബി തങ്ങൾ പ്രവചിച്ച മഹാനാണ്. നാളെ ഖബറിലെത്തുമ്പോ ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് ഇബ്നു മസ്ഊദ് തങ്ങളുടെ ഖുർആനോത്ത് തുണയാകുമെന്നും, ഖുർആനോത്തിന്റെ പേരിൽ ഒരു കാത് അബൂജഹൽ അരിഞ്ഞെടുത്ത മഹാനാണ്. നാളെ അള്ളാഹുവിന്റെ കോർട്ടിലെത്തുമ്പോ ഇബ്നു മസ്ഊദ് നിങ്ങളെ കാതെവിടെ പോയി? നിന്റെ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ വിശുദ്ധമായ കഅബയുടെ ചാരത്ത് വെച്ച് സുന്ദരമായി ഒന്ന് ഓതിയപ്പോ ഈ നിൽക്കുന്ന അബൂജഹലിന്റെ കാത് അരിഞ്ഞെടുത്തു അല്ലാ എന്ന് പരലോകത്ത് സാക്ഷ്യപ്പെടുത്തി പറയുന്ന മഹാനാണ്. ഭക്ഷണം കഴിക്കാതെ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. ഉലമാഇന് പിന്തുണയുണ്ടോ? ഒരൊറ്റ ഹറാമേ അവിടെ കണ്ടിട്ടുള്ളൂ. ആണും പെണ്ണും കൂടി
പൊട്ടിക്കലരുന്ന രംഗമില്ല. അതന്നത്തെ കാലത്തോ നമ്മുടെ ബാപ്പമാരെ കാലത്തോ നമ്മുടെ യൗവനത്തിന്റെ കാലത്ത് വരെ അത് കണ്ടിട്ടില്ല. കുറച്ച് ദുനിയാവ് അള്ളാഹു കയ്യിലങ്ങ് തന്നപ്പോ, കുറച്ച് ഗൾഫിലൊക്കെ പോയിട്ടൊരു മഞ്ഞ കയ്യിലേക്ക് അല്പം ഇങ്ങ് വന്നപ്പോ അള്ളാഹുവിനെ മറന്നുപോയി, മുത്തുനബി തങ്ങളെ മറന്നുപോയി. നീ എപ്പോഴെങ്കിലും ഒരു മൗലിദ് സദസ്സ് സംഘടിപ്പിച്ചത് കൊണ്ട് മാത്രമായില്ല, ഏതെങ്കിലും ഒരു സദസ്സിലേക്ക് സഹായം ചെയ്തത് കൊണ്ട് മാത്രമായില്ല. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നിൽ നിന്നും എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്, എത്ര ദുനിയാവിന്റെ മഞ്ഞ കയ്യിൽ വന്നാലും നബി തങ്ങൾ പഠിപ്പിച്ചൊരു ദീനുണ്ട്, ഒരു നിയമമുണ്ട്, അത് മറികടന്നുകൂടാ. അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും ഈ ഉമ്മത്തിൽ പേടിച്ചത് അതാണ്. അതാണിപ്പോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ മാസം ഒരു സ്ഥലത്ത് ആർഭാടപൂർവം ഹറാമിന്റെ കൂത്തരങ്ങായിട്ടൊരു ഫംഗ്ഷൻ നടന്നപ്പോ ഒരു മാന്യനായ ഉസ്താദ് മാന്യതയുള്ള ഭാഷയില്, കാർക്കശ്യമുള്ള ശൈലിയിലൊന്നല്ല, മാന്യതയുള്ള ഭാഷയിൽ ഉപദേശിച്ചപ്പോ ചെറുപ്പക്കാരന്റെ വർത്തമാനം എന്താണെന്നറിയോ? ജനങ്ങൾ തന്ന സഹായം കൊണ്ടല്ല ഞാനിത് ചെയ്തത്, ഞാൻ സമ്പാദിച്ച പണം കൊണ്ടല്ലേ. നിങ്ങൾക്ക് എന്താണ് അതിൽ ഇത്ര മുറുമുറുപ്പ്? അതല്ലേ നമ്മളെ ആൾക്കാർക്കും പറയാനുള്ളത്. ഏറിപ്പോയ അതല്ലേ പറയാനുള്ളത്. നിങ്ങളൊന്ന് പറയും, മറ്റൊരു ഭാഷ എന്താ പറയാനുള്ളത്? മൊയ്ലിയരെന്തിനാ അതിൽ ഇത്ര തുള്ളുന്നത്? നമ്മളെ കേസുണ്ടല്ലേ എന്നല്ലേ പറയാനുള്ളത്. അത് കാറൂന്റെ ഭാഷയാണ്. ഖുർആൻ പറഞ്ഞ കാറൂന്റെ ഭാഷ. ഈ സ്വത്തൊക്കെ കിട്ടിയത് എന്റെ വിവരം കൊണ്ടാന്ന് പറഞ്ഞ കിബറിന്റെ ഭാഷ അല്ലേ. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, കാറൂന്റെ ഭാഷയാണത്. സ്വത്ത് തന്ന അള്ളാഹുവിനെ നീ മറന്നു അല്ലേ? അതിന് സഹായകമായിട്ട് നിനക്ക് വേണ്ടി സ്വത്തിനും മറ്റൊക്കെ സംരക്ഷണവും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി തന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറന്നു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പേടിക്കുന്നത് ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന, ഓരോ ഉമ്മത്തിനും ഓരോ ഫിത്നയുണ്ട്. വഫിത്നതു ഉമ്മത്തി അൽ മാൽ, എന്റെ ഉമ്മത്തിന്റെ ഫിത്ന അൽ മാലു, സമ്പത്താകുന്നു എന്ന് സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ. എത്ര നിങ്ങളെ കയ്യിൽ കിട്ടിയാലും മക്കളെ കയ്യിൽ കിട്ടിയാലും അതൊന്നും ശാശ്വതമല്ല. ഇന്ന് തീർന്നാൽ ഇന്ന് തീർന്ന്, അവസാനത്തെ ശ്വാസം ഇന്ന് വലിച്ചാൽ നാളെ മറ്റുള്ളവർ ഭാഗിച്ചെടുത്തു പോയി. അത്രേ ഉള്ളൂ. അത് ഈ പരിപാടി കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോയാൽ കഴിഞ്ഞു, പിന്നത് എണ്ണാനില്ല, അതിന്റെ വലുപ്പൊന്നും പറയാനില്ല. അല്ലാഹു അത് കയ്യിൽ തന്നിരിക്കുന്നത് സുഹൃതങ്ങൾക്ക് വേണ്ടിയാണ്, നിയമങ്ങൾ ധിക്കരിക്കാനല്ല, ഹറാമുകൾ വാരി പുണരാനല്ല.